ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിലെ ആദ്യത്തെ പർവമായിട്ടുള്ള ആദിപർവം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പർവമായിട്ടുള്ള സഭാപർവത്തെക്കുറിച്ച് പറയാം. ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയെ അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോയതാണല്ലോ. അന്നു മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണനും പാണ്ഡവരോടൊത്ത് ഇന്ദ്രപ്രസ്ഥത്തിലാണ് താമസം. ഒരുപാട് നാൾ അവിടെ കഴിഞ്ഞ ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങി. തൻ്റെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയോടും പാഞ്ചാലിയോടും പാണ്ഡവരോടും തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായ സുഭദ്രയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൃഷ്ണൻ തൻ്റെ സഹോദരിയായ സുഭദ്രയെ തന്നോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെ ഇന്ദ്രപ്രസ്ഥം വിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു. കേശവൻ തൻ്റെ പുരിയിൽ പ്രവേശിച്ച് സന്തോഷത്തോടുകൂടെ ഉഗ്രസേനൻ മുതലായ യദുമുഖ്യന്മാരുടെ പൂജ ഏറ്റുവാങ്ങി തൻ്റെ അമ്മ, പിതാവ്, മുത്തച്ഛൻ, ബലഭദ്രൻ തുടങ്ങി എല്ലാവരെയും കൈകൂപ്പി വണങ്ങി. പിന്നീട് രുക്മിണി വാഴുന്ന ഗൃഹത്തിലേക്ക് കയറി. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് മയൻ അതിസുന്ദരമായൊരു ഭവനം തന്നെ, ഈ പ്രപഞ്ചത്തിൽ തന്നെ മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധം ഒരു സഭ പാണ്ഡവർക്കു വേണ്ടി തീർത്തുകൊടുത്തു. ബിന്ദുസരസിൽ നിന്നും ലഭിച്ച ഗംഭീരമായ ഗദ മയൻ ഭീമസേനന് നൽകി. കനമുള്ളതും ഉറപ്പുള്ളതും ഭാരം ഏൽക്കുന്നതും സ്വർണം കെട്ടിയതുമായ ഒരു ഗദയായിരുന്നു അത്. 1000 ആളുകളോട് പോരടിക്കുവാൻ 1000 ഗദയ്ക്ക് പകരം ആ ഒരു ഗദ മതിയായിരുന്നു. അർജുനന് ഗാണ്ഡീവം പോലെ തന്നെ ഭീമന് ഗദയും ലഭിച്ചു. കൂടെ ദേവദത്തം എന്ന് പേരായ ശംഖും ലഭിച്ചു. പൊന്നണിഞ്ഞ രൂപമായിരുന്നു ആ സഭയ്ക്ക്. വളരെ വിചിത്രമായും ധനസമൃദ്ധമായും വിശ്വകർമാവ് തീർത്ത ആ സഭയിൽ മയൻ പൊയ്കകൾ നിർമ്മിച്ചിരുന്നു. വൈദൂര്യപത്രങ്ങളും രത്നത്തുണ്ടുകളുമായി താമരകളും പൊന്മയമായ ചെങ്ങഴി നീർപ്പൂവും ആ പൊയ്കയിൽ പൊൻപൂക്കളും പക്ഷിഗണങ്ങളും പൊന്മീനുകളും വിളങ്ങിയിരുന്നു. ഇങ്ങനെ ഇന്ദ്രനീല പടവുകളോടുകൂടി ശോഭിക്കുന്ന ആ പൊയ്ക കണ്ട് ചില രാജാക്കന്മാർ അത് നിലമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ കയറി വീഴുകയുണ്ടായി. ഇങ്ങനെ അത്രയും അത്യാഹ്ലാദമുളവാക്കുന്ന അത്ഭുതമുളവാക്കുന്ന ആ സഭ 14 മാസം കൊണ്ടാണ് മയൻ പണി കഴിപ്പിച്ചത്. സഭയുടെ പണി തീർന്നിട്ടുണ്ടെന്ന് മയൻ യുധിഷ്ഠിരനെ അറിയിച്ചു. യുധിഷ്ഠിരൻ ആ സഭയിൽ പ്രവേശിച്ച് 10000 ബ്രാഹ്മണർക്ക് അന്നദാനങ്ങൾ ചെയ്തു. നെയ്യും പായസവും തേനും കൂട്ടിക്കലർത്തി അന്നവും നൽകി. നാനാദേശത്തു നിന്നും അവിടേക്ക് ഗൃഹപ്രവേശനത്തിനായി ആളുകളെ ക്ഷണിച്ചിരുന്നു യുധിഷ്ഠിരൻ. അനേകം ദിവ്യവാദ്യങ്ങളാലും ദിവ്യഗന്ധങ്ങളാലും ദേവന്മാരെയും ആ കൗരവരാജാവ് പൂജിച്ചു. പാണ്ഡവർ ആ സഭയിൽ സ്വർഗലോകത്തിൽ ഇന്ദ്രൻ എങ്ങനെയാണോ വിളങ്ങുന്നത് അതുപോലെ വിളങ്ങി നിന്നു. 1000 ബ്രാഹ്മണരെയും 1000 ക്ഷത്രിയ കുടുംബങ്ങളെയും ആ സഭയിലേക്ക് ക്ഷണിച്ചു വരുത്തി. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെയെല്ലാം ദാനധർമ്മങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചാണ് യുധിഷ്ഠിരൻ പറഞ്ഞുവിട്ടത്. ഈ സമയത്ത് ആ ഗൃഹത്തിലേക്ക് നാരദ മഹർഷി കടന്നു വരികയാണ്. നാരദ മഹർഷി പറഞ്ഞു, ഒട്ടും തന്നെ സംശയിക്കാത്തവരെ അല്ലേ കൂടെ നിർത്തിയിട്ടുള്ളത് മന്ത്രിമാരായി? ഭടന്മാർക്ക് ഭക്ഷണവും ശമ്പളവും യഥോചിതം സമയത്ത് തന്നെ ഭവാൻ നൽകുന്നില്ലേ? യുദ്ധകാര്യത്തിലൊക്കെ രാജാവിൻ്റെ ഇച്ഛ പോലെ തന്നെയല്ലേ എല്ലാവരും, എല്ലാ സൈനികരും പ്രവർത്തിക്കുന്നത്? ആരും തനിച്ചൊരു കാര്യവും ചെയ്യുന്നില്ലല്ലോ. ഭവാനെ പോലെ തന്നെ മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും പ്രജകൾക്കും സ്ഥാനം നൽകുന്നില്ലേ? ശത്രുവിൻ്റെ കഷ്ടകാലം മനസ്സിലാക്കി യഥോചിതം അവർക്ക് വേണ്ടതെല്ലാം ഭവാൻ നൽകുന്നില്ലേ? എല്ലാ സഹായവും ഭവാൻ നൽകുന്നില്ലേ? ശത്രുക്കളും പ്രായപൂർത്തിയുമാകാത്തവരെ ഭവാൻ ഉദ്യോഗസ്ഥാനത്തിൽ വെച്ചിട്ടില്ലല്ലോ. വൃദ്ധന്മാർ, ദരിദ്രന്മാർ എന്നിവരെയെല്ലാം അങ്ങ് പോറ്റുന്നില്ലേ ഭഗവാനെ?
യമനിയമങ്ങൾ അങ്ങ് വേണ്ട പോലെ ചെയ്യുന്നില്ലേ? ശത്രുക്കളാൽ സ്വാധീനിക്കപ്പെട്ടവരും നിന്നിൽ ദോഷിക്കുന്നില്ലല്ലോ. പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം നിന്നോട് കൂറുള്ളവരല്ലേ? ആദരവ് കൊണ്ട് അവരൊക്കെ നിനക്ക് വേണ്ടി പ്രാണൻ കളയാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ? സർവ്വവിദ്യാഗുണം തികഞ്ഞ സാധുബ്രാഹ്മണരെ ഭവാൻ പൂജിക്കുന്നില്ലേ? അങ്ങനെ ചെയ്താൽ ഭവാന് അതിൻ്റെ നന്മ വന്നുകൂടും. മൂഢന്മാരോടൊത്ത് ഭവാൻ കാര്യാലോചന നടത്തുന്നില്ലല്ലോ. വേദം വേണ്ട പോലെ അങ്ങ് ഗ്രഹിക്കുന്നില്ലേ? ഭാര്യയോടൊത്തുള്ള ജീവിതം സുഖം തന്നെ അല്ലേ അങ്ങേക്ക്? ദൂരെ നിന്ന് ലാഭത്തിനായി ഇവിടെ വന്നെത്തുന്ന വണ്ടികളിൽ നിന്ന് നിരക്ക് പ്രകാരമുള്ള ചുങ്കം തന്നെയല്ലേ ഉദ്യോഗസ്ഥർ വാങ്ങുന്നുള്ളൂ? അത് ഭവാൻ ഉറപ്പുവരുത്തുന്നില്ലേ? അതിൽ വഞ്ചനയും ചതിയും ഒന്നും ഇല്ല എന്ന് ഭവാൻ ഉറപ്പുവരുത്തേണ്ടതാണ്. കർമ്മങ്ങൾ ഭംഗിയായി ചെയ്യുന്ന പുരോഹിതന്മാരെ അങ്ങ് പ്രശംസിക്കുന്നില്ലേ? നിദ്ര, ആലസ്യം, ഭയം, ക്രോധം, മൃദുത്വം, ദീർഘസൂത്രത എന്നീ 6 അനർത്ഥങ്ങളെയും ഭവാൻ പിന്നോക്കം തള്ളുന്നില്ലേ? യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് ഇപ്പോൾ പറഞ്ഞ പ്രകാരത്തിൽ തന്നെയാണ് മഹർഷേ ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ ശ്രീമാനായ ദേവർഷി നാരദ മഹർഷി വിശ്രമിച്ച് സ്വസ്ഥനായി അങ്ങനെ ഇരിക്കുമ്പോൾ രാജസഭയിൽ വെച്ച് യുധിഷ്ഠിരൻ ചോദിച്ചു, ഭവാനെ അങ്ങ് പല ലോകത്തിലും സഞ്ചരിച്ച് പലതരത്തിലുമുള്ള ബ്രഹ്മസൃഷ്ടികൾ കണ്ടറിഞ്ഞിട്ടുള്ളവനാണല്ലോ. വല്ല സ്ഥലത്തും ഇത്തരത്തിലുള്ള സഭ, ഇതിലും മെച്ചപ്പെട്ട സഭ ഭവാൻ കണ്ടിട്ടുണ്ടോ? പറഞ്ഞാലും. നാരദ മഹർഷി പുഞ്ചിരിയോടുകൂടെ പാണ്ഡുപുത്രനോട് പറഞ്ഞു, മനുഷ്യലോകത്തിൽ ഇതുപോലെയുള്ള ഒരു സഭ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. നിന്റെ ഈ രത്നമയമായ സഭ ലോകോത്തരമാണ്. പിന്നെ പിതൃരാജൻ്റെയും വരുണ ഭഗവാന്റെയും ഇന്ദ്രൻ്റെയും വൈശ്രവണൻ്റെയും സഭയെപ്പറ്റി ഞാൻ പറയാം. എല്ലാ മനക്ലേശങ്ങളും ഇല്ലാതാക്കുന്ന ബ്രഹ്മാവിൻ്റെ ബ്രഹ്മസഭയെപ്പറ്റിയും ഞാൻ പറയാം. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹർഷേ, ആ സഭയൊക്കെ വർണ്ണിച്ച് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവ എന്തു വസ്തുക്കളാൽ തീർത്തവയാണ്? അവയുടെ വിസ്താരം എത്രയാണ്? ആ സഭയിൽ ബ്രഹ്മദേവനെ ആരൊക്കെ ഉപാസിക്കുന്നു? ആരൊക്കെയാണ് ഇന്ദ്രനെയും യമനെയും ഉപാസിക്കുന്നത്? വരുണനെയും കുബേരനെയും ഉപാസിക്കുന്നത് ആരൊക്കെയാണ്? അതൊക്കെ യഥാതഥം ബ്രഹ്മർഷേ ഭവാൻ പറഞ്ഞാലും. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് അങ്ങയിൽ നിന്ന് അവയെല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട്. യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഞാൻ എല്ലാം പറയാം. ക്രമത്തിൽ ആ ദിവ്യസഭകളെക്കുറിച്ച് അങ്ങ് കേട്ടുകൊള്ളുക. ഹരേ കൃഷ്ണ.